ഇന്ന് നമുക്ക് ഗാർലിക് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ പൊരിക്കാതെ അതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നോക്കാം. എല്ലോട് കൂടെയുള്ള 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഈ പാൻ ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. നന്നായി വഴന്നതിന് ശേഷം 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അധികം ബ്രൗൺ നിറമാകേണ്ട, ഏകദേശം വഴന്നു വന്നാൽ 7 പച്ചമുളക് നമുക്കിതിലേക്ക് കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതിയാവും. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുത്തുമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് വഴറ്റി കൊടുക്കാം. 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഇനി വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വേവിക്കാം. ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കനിലെ വെള്ളവും വിനാഗിരിയും ചേർന്നത് കൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇത് തന്നെ മതിയാകും. ഇത് വറ്റുന്നതോടുകൂടെ തന്നെ നമ്മുടെ ചിക്കനും വെന്ത് വന്നിട്ടുണ്ടാകും. ഈ വെള്ളം വറ്റുന്ന സമയം കൊണ്ട് പകുതി ക്യാപ്സിക്കം, മീഡിയം സൈസ് സവാള, സ്പ്രിംഗ് ഓണിയൻ, സെലറിയൊക്കെ അരിഞ്ഞു വെക്കാം. 2 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1/2 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സെലറിയും സ്പ്രിംഗ് ഓണിയനും ക്യാപ്സിക്കവും അരിഞ്ഞു വെച്ച സവാളയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്താൽ നമ്മുടെ ഈ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡിയായി. അങ്ങനെ ചിക്കൻ പൊരിക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.